ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ രസകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി തികച്ചും വ്യത്യസ്തമായ എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഒരു ലോജിക്കില്ലാത്ത കുറേ വാർത്തകളാണ് നമ്മുടെ ചെവിയിൽ ഇപ്പോൾ എത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് ഒരു പാരഡി, ഒരു ഗാനത്തിന് ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ജനതയെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നത് ആണ് ഇപ്പോൾ നമുക്കൊരു പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ആ ഗാനം പിൻവലിക്കണം, അത് ഒരു മതവിഭാഗത്തിനെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ കുറേ വർത്തമാനങ്ങളാണ് നമുക്കിപ്പം കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും പോറ്റിയെ കേറ്റിയെ എന്നൊരു ഗാനം. അപ്പോൾ ആ ഗാനമാണ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു വമ്പൻ പരാജയത്തിന് കാരണമെന്നാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോഴവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗാനം ഇറങ്ങിയത് തിരഞ്ഞെടുപ്പിന് മുന്നെയാണ്, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഗാനം ഇറങ്ങിയത്. അപ്പോഴവർ കേട്ടു, പക്ഷേ അപ്പോഴവർക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് അവർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടി. ആ റിസൾട്ട് കണ്ടപ്പോഴാണ് അവർക്ക് ഞെട്ടലുണ്ടായത്. അപ്പോഴാണ് അവർ ചെയ്ത ആ നല്ല പ്രവൃത്തികൾ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു അമ്പലത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദുഷ്പ്രവൃത്തികൾ, കൊള്ളരുതായ്മകൾ അവർക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ കോവിഡ് സമയത്ത് അവർ സ്ത്രീകളെ കയറ്റിക്കൂടാ, നൂറ്റാണ്ടുകളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും മൊത്തവും ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ ഒരു ഉത്തരവിൻ്റെ പേരിൽ സ്ത്രീകൾ അവരുടെ അകത്ത് അമ്പലത്തിൽ കയറ്റി. അപ്പോൾ തന്നെ നമ്മുടെ ആചാരങ്ങൾ മതത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുമത വിശ്വാസികൾ അത് പ്രത്യേകിച്ച് പറയുന്നതാണ്, മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആചാര ലംഘനമാണ് അത് നടന്നത്. ഒരുപാട് മതവിശ്വാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റ, കാരണം നൂറ്റാണ്ടുകൾ ഏകദേശം 800-900 വർഷം പഴക്കമുള്ള ഒരു അമ്പലം എന്നാണ് എൻ്റെ ഒരു അറിവ്. എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ആ ഒരു പഴക്കമുള്ള ഒരു അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് കയറിക്കൂടാ, അങ്ങനെയുള്ളൊരു ചരിത്രമുള്ള അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റുകയും അതോടുകൂടി ആചാര ലംഘനം നടത്തുകയാണ് അവർ ചെയ്തത്. അതിനുശേഷമാണ് ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച്, ഈ അടുത്ത കാലത്താണ് ഈ സ്വർണ്ണക്കൊള്ളയും ദ്വാരപാലകർ അടിച്ചുമാറ്റി കൊണ്ടുപോയി അത് അവരെ വിൽപ്പന നടത്തി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്യാവശ്യം ഒരു ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാം നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന്. അപ്പം അതൊന്നും മതവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയില്ല, മതവികാരത്തെ ആഴമായി വ്രണപ്പെടുത്തിയില്ല. ഈ ഒരു പാട്ടാണ് അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയത് എന്നാണ് നമ്മുടെ സഖാക്കൾ ഇപ്പം പറയുന്നത്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ ആളല്ല, എന്നാലും ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, എന്നിട്ട് അവർ ഈ പാട്ടിനെതിരെ അവർ പറയുന്ന മറ്റൊരു ഇതെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, ഈ പാട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇതിൻ്റെ ഗായകനായാലും ഇതിൻ്റെ മ്യൂസിക്കായാലും ഇതെല്ലാം ചെയ്തത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർ ഹിന്ദു മതവിശ്വാസികളെ മനഃപൂർവ്വം മതവികാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ടാർഗറ്റ് ചെയ്തതാണ് എന്നാണ് സഖാക്കളുടെ ഒരു വയ്പ്. എന്ന് വെച്ചാൽ ഒരു വർഗീയത, അതിൻ്റെ അകത്തൊരു വർഗീയത കടത്തിക്കൊണ്ടുവരിക. പക്ഷേ ഇവർ ചെയ്ത് കൂട്ടിയതൊന്നും തെറ്റല്ല. ഇപ്പം സ്ത്രീകളെ കയറ്റിയതാണെങ്കിലും, ശബരിമലയിൽ ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളാണെങ്കിലും, ശബരിമലയിൽ ഈ മണ്ഡലകാല സീസണിൽ ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഭയങ്കര ബുദ്ധിമുട്ടും തിരക്കുകളും, കുട്ടികൾക്കൊക്കെ ദർശനത്തിനായിട്ട് 10-12 മണിക്കൂർ, കുട്ടികൾക്കും മുതിർന്ന പ്രായമുള്ള സ്ത്രീകൾക്കും ഒക്കെ 12 മണിക്കൂറോളം ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഇവരുണ്ടാക്കിയതും, പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ആദ്യ ദിവസങ്ങളിൽ ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ മീഡിയാസിലൊക്കെ വന്ന് ഒരുപാട് പബ്ലിസിറ്റിയൊക്കെ വന്ന് ഒരുപാട് ചോദ്യം ചെയ്യലുകളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ മെച്ചപ്പെടുത്തിയത്. അതിനൊന്നിനും അവർക്ക് കുറ്റമില്ല, അതിലൊന്നിലും മതവികാരങ്ങൾ വ്രണപ്പെടുന്നില്ല. ഈ അയ്യപ്പൻ്റെ സ്വത്ത്, അയ്യപ്പന് കിട്ടുന്ന ഈ ആൾക്കാർ കാണിക്കയായിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ദ്വാരപാലകർ അയ്യപ്പൻ്റെ കട്ടിള, സ്വർണം പൂശിയ കട്ടിള എടുത്തുകൊണ്ടുപോയി, അത് സ്വർണത്തിൽ പണിഞ്ഞ കട്ടിള എടുത്തുകൊണ്ടുപോയി അത് ചെമ്പാക്കി മാറ്റി, ദ്വാരപാലകരെ ചെമ്പാക്കി മാറ്റി, ഇതിലൊന്നിലും പ്രശ്നമില്ല. അവിടെ കടുത്ത അഴിമതി നടത്തി, ഇതൊന്നും പ്രശ്നമില്ല. ഇതൊന്നും മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല. മതവികാരത്തെ വ്രണപ്പെടുത്തിയതെന്ന് പറയുന്നത് ഈ ഒരു പാട്ട്. സത്യത്തിൽ ഈ പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുകയല്ല ചെയ്തത്, മതവിശ്വാസികൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം അത്യാവശ്യം ഈ ഒരു ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ഈ പാട്ട് എല്ലായിടവും കേൾക്കുമ്പോഴത്തേക്ക് ഒരു പറയുന്ന സത്യമാണ്, ഈ പാട്ട് ഇലക്ഷനെ ബാധിച്ചു എന്ന് പറയുന്നാൽ ഒരു തരത്തിൽ ബാധിച്ചു എന്ന് വേണം പറയാം. ഈ TV-യും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ പരിചയമില്ലാത്ത മുതിർന്ന ആൾക്കാർ പോലും ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ഈ പാട്ട് കേൾക്കും. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു നിമിഷമെങ്കിലും അവർ ചിന്തിച്ചില്ലെങ്കിലും അവർ അറിയാവുന്നവരോട് ചോദിക്കും, എന്ത് പറ്റി ഇങ്ങനെ ഒരു ലൈൻസ് ഇങ്ങനെ പറയുന്ന എന്നവർ ചിന്തിച്ചു പോകും.
അപ്പോഴത്തേക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ശബരിമലയിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അപ്പം ഇന്ന സർക്കാരാണ് ഭരിക്കുന്നത്, അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവരുടെ പിന്തുണയുണ്ട്. ഇപ്പം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ അതിൻ്റെ സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയാണ് ഇനി എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഒത്താശയും ഹെൽപ്പും ഉണ്ടെന്നൊക്കെ അവരൊക്കെ മനസ്സിലാക്കാനായിട്ട് ഏതൊരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും വിശ്വാസികൾക്കും ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു പാട്ടിലൂടെ കൊണ്ടുവന്നത്. പക്ഷേ ഈ പാട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ ഈ വമ്പൻ പരാജയത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ സ്വാധീനിച്ചു. അത് അവർക്ക് മനസ്സിലായത് ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമാണ്. സ്വാധീനിച്ചെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈ പാട്ടൊരു വലിയൊരു ഇമ്പാക്റ്റ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ റിസൾട്ടിൽ കാണാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോഴേ ഈ ഒരു പാട്ട് ബഹിഷ്കരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു പാട്ട് ബഹിഷ്കരിച്ച ഇതുവരെ ഉണ്ടായിട്ടുള്ള മതവിശ്വാസികളെ മതവികാരങ്ങളെല്ലാം മാറി ആ വ്രണങ്ങളെല്ലാം ഉണങ്ങി കിട്ടുമോ? ഇല്ലല്ലോ. ഭേദമായി കിട്ടുമോ? ഇല്ലല്ലോ. മതവികാരങ്ങളെല്ലാം ഓക്കെ ആവോ? ഇല്ല. ഇത് ഈ തെറ്റ് ചെയ്തവരെ മൊത്തം ശിക്ഷിച്ചാലും ഈ മതവികാരങ്ങൾ പൂർണ്ണമായും ഭേദപ്പെടുമോ? ഇല്ല. ഈ ആഗോള അയ്യപ്പ സംഗമം എന്നും പറഞ്ഞൊരു സംഭവം പന്തളത്ത് കൊണ്ടുവന്നു. അത് ഒരു കണക്കിന് അയ്യപ്പനോടുള്ള ഭക്തി മൂത്തിട്ടോ ആരാധന മൂത്തിട്ടോ ആണോ ഇവർ കൊണ്ടുവന്നത്? ഒരിക്കലുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം അത് വിശ്വാസികളെ ഒരു തരത്തിലൊരു പറ്റിക്കൽ എന്ന് വെച്ചാൽ അവരെ കണ്ണിൻ്റെ അകത്ത് പൊടിയിടുക എന്ന് വിതറുക എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ആ ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് കൂട്ടുന്നതെല്ലാം തെറ്റാണ് എന്ന് ബോധത്തോടു കൂടിയാണ്. പിന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ചൊരു ബഹുമാനമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അവരെ ഒരിക്കലും പാർട്ടി ബഹിഷ്കരിക്കത്തുമില്ല. അവരവരെ ചേർത്ത് നിർത്തുകയും ചെയ്യും. അടുത്ത് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ്, കമ്മ്യൂണിസ്റ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കത്തില്ലായിരുന്നു. എന്നിട്ട് ഒരു കൃത്യമായ ഒരു അജണ്ടയുണ്ട്, കൃത്യമായ ഒരു ന്യായമുണ്ട് അവർക്ക്. എന്ത് പറയുമ്പോഴും പാർട്ടി അന്വേഷിക്കുക. അവരുടെ പാർട്ടിയിൽ ആർക്കെതിരെ എന്തൊരു അലൂഷ്യം വന്നാലും എന്തൊരു വിഷയം വന്നാലും അവർ പറയുന്നത് മറ്റാരും അന്വേഷിക്കുമെന്നല്ല, പാർട്ടി അന്വേഷിക്കും. പ്രത്യേക പോലീസോ ക്രൈംബ്രാഞ്ചോ CID CBI ആരുമല്ല, അത് അവരെ പാർട്ടി അന്വേഷിക്കും എന്നൊരു നിയമമാണ് അവർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പാർട്ടിക്ക് തെറ്റില്ല എന്ന് തോന്നി ആ പുള്ളിക്കാരൻ ശരിയാണെന്നാണ് പാർട്ടിയുടെ നിഗമനം. അതുകൊണ്ട് പാർട്ടിയിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നു. പക്ഷെ അതിന് അവർക്കൊരു പ്രത്യേക ഒരു നമസ്കാരം കൊടുക്കണം. അവരുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആരെയും അവരൊരിക്കലും തള്ളിക്കളയത്തില്ല. എത്രത്തോളം അവർ എന്തൊക്കെ അഴിമതി ചെയ്താലും എന്തൊക്കെ വൃത്തികേട് ചെയ്താലും ഒരിക്കലും അവർ തള്ളിക്കളയത്തില്ല. എക്കാലത്തും അവർ സംരക്ഷിക്കും. അതേസമയം മറ്റേത് പാർട്ടിയിലാണെങ്കിലും, അത് കോൺഗ്രസ്സിലായാലും BJPയിലായാലും മറ്റേത് പാർട്ടിയിലാണെങ്കിലും തെറ്റ് കാണുന്നവരെ അപ്പോഴും അവരങ്ങ് പാർട്ടിയിൽ നിന്ന് അങ്ങ് അടിച്ച് പുറത്ത് കളയണം. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് ഒരിക്കലും എന്തുകൊണ്ടാണ് കേരളത്തിലോട്ട് കടന്നു വരാത്തത്? അവരുടെ ഭിന്നത, പാർട്ടിക്കകത്തുള്ള കസേരകളെയും ഭിന്നതയും പാരവയ്പും. ഇപ്പം കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് തന്നെ അധികാരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തന്നെ അവരുടെ ടീമിൻ്റെ അകത്ത് തന്നെ അവരുണ്ടാവുന്ന എന്താണ് അഭിപ്രായ ഭിന്നതയും കസേരകളെയും പരസ്പരം പാരവയ്പും ഒക്കെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ തീർച്ചയായിട്ടും നമുക്ക് തൊഴുത് നിൽക്കേണ്ടി വരും. കാരണം പാർട്ടിയിലുള്ളവർ എന്തൊക്കെ പൊട്ടത്തരം കാണിച്ചാലും എന്ത് അഴിമതി കാണിച്ചാലും എന്ത് വൃത്തികേട് കാണിച്ചാലും അവരതിന് സപ്പോർട്ട് ചെയ്യും. അണ്ണൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, ഹീ ഈസ് ഡൂയിങ് വെരി വെൽ എന്നങ്ങനെ അവർക്ക് പറയാനുള്ളൊരു അവർക്കത് ഉളുപ്പില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനാണ് ചെയ്യണതെന്ന് അവർക്കറിയത്തില്ല. ഇപ്പം മണിയാശാൻ പറഞ്ഞായിരുന്നു ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടാണ് പോയി വോട്ട് മറ്റുള്ളവർക്ക് കൊണ്ട് കുത്തിക്കൊടുത്തതെന്ന്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലല്ലോ. നമ്മളെ കണക്കുള്ള പാവപ്പെട്ട ജനങ്ങൾ സർക്കാരിന് നികുതി കൊടുത്തിട്ടാണല്ലോ സർക്കാരിന് വരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണോ സർക്കാർ ആനുകൂല്യമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു പാരഡി ഗാനം, ഈ ഒരു ഗാനം നിർത്തിയെന്ന് പറഞ്ഞും ജനങ്ങളുടെ ഉള്ളിൽ മതവികാരം വ്രണപ്പെട്ടത് നേരെയാവോ? ഇല്ലല്ലോ. ഈ ഒരു ഗാനം നിർത്തലാക്കിയെന്ന് പറഞ്ഞ് 1000 ഗാനങ്ങൾ ഇനിയും ഉണ്ടാവും. തീർച്ചയായിട്ടും ജനങ്ങൾക്കത്, വിശ്വാസികൾക്ക് അത് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവെന്ന് ഉണങ്ങാതെ തന്നെ അവരുടെ ഹൃദയത്തിൽ ആഴത്തിലുണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ ടു ആൾ.